കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടും, നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1984 ജൂൺ മാസം 24 മുതൽ കഴിഞ്ഞ 42 വർഷങ്ങളായി സ്വർഗത്തിൻ്റെ കന്യക, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയം മെഡ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നാം കണ്ടത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സന്ദേശങ്ങൾ ലോകത്തിന് മുൻപിൽ എത്തിക്കുവാൻ അമ്മ തിരഞ്ഞെടുത്ത 6 വിഷണറിമാരെ കുറിച്ചുമാണ് ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിൽ 3ാമത്തെ വ്യക്തി വിസ്ക എന്ന് പറയുന്ന ഒരു സഹോദരിക്കുണ്ടായ ദൈവ അനുഭവങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ എപ്പിസോഡിലും നാം കാണുന്നത്. വിസ്ക, യാക്കോബ്. വിസ്ക വിഷണന്മാരിൽ ഏറ്റവും മുതിർന്ന വ്യക്തി, യാക്കോബ് ഏറ്റവും ഇളയ വ്യക്തി. ഇവർ രണ്ടുപേരും മെഡ്ജുഗരിയിൽ ആയിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മ വിസ്കയെയും യാക്കോബിനെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാര്യമാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം മനസ്സിലാക്കിയത്. വിസ്ക തങ്ങളുടെ നിത്യ സത്യങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഈ ലോകത്തിന് പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്വർഗം വിസ്കയും യാക്കോബും ദർശിച്ചതിനെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നീട് പരിശുദ്ധ അമ്മ അവരെ കൊണ്ടുപോയത് നരകത്തിലേക്കാണ്. ഭീകരമായ സ്ഥലം, കറുത്തിരണ്ട ദുഷ്ടാത്മാക്കൾ, പിശാച് നരകത്തിൽ അനേകരെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് ഇവർ കാണുകയാണ്. ആ സ്ഥലം ദുർഗന്ധം വമിക്കുന്ന സ്ഥലമായിരുന്നുവെന്നും അതിൻ്റെ പരിസരത്ത് പോലും ഒരു സെക്കൻഡ് പോലും നിൽക്കാനാവാത്ത വിധം അത്രമാത്രം രൂക്ഷമായിരുന്നു അവിടുത്തെ ദുർഗന്ധവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും എന്ന് മെഡ്ജുഗരി വിഷണന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഭീകരമായ കാര്യങ്ങളാണ് അവർ നരകത്തിൽ കാണുക. കണ്ടാൽ പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ. വിസ്ക പറഞ്ഞു, എനിക്കങ്ങോട്ട് നോക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഒറ്റ പ്രാവശ്യം ഞാൻ നോക്കി, പിന്നെ ഞാൻ കണ്ണുകൾ അടച്ചു. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ബോധം കെട്ട് വീഴുമായിരുന്നുവെന്ന് വിസ്ക പങ്കുവയ്ക്കുന്നു. അത്രമാത്രം ഭീകരമാണ് നരകത്തിലെ കാഴ്ച, നരകത്തിലെ അവസ്ഥ. ആരാണ് നരകത്തിൽ ചെന്നെത്തപ്പെടുന്നത്? ദൈവത്തിൻ്റെ കരുണയെ തിരസ്കരിച്ച് ദൈവം നീട്ടിത്തന്ന കരുണയുടെ എല്ലാ ഉപാധികളും മനഃപൂർവ്വം തിരസ്കരിച്ച് കൂദാശകൾ സ്വീകരിക്കാതെ ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ സുഖങ്ങളിൽപ്പെട്ട് അഹങ്കാരത്തിൻ്റെയും ഗർവിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒക്കെ പുറകെ പോയി ദൈവത്തെ
ധിക്കരിച്ച് ജീവിക്കുന്നവരാണ് നരകത്തിലെത്തപ്പെടുക. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവം അതിനുള്ള വഴികൾ എല്ലാ മനുഷ്യരുടെ മുമ്പിൽ തുറന്നു കൊടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷയ്ക്കുള്ള വഴികൾ സ്വീകരിക്കാതെ, യേശുക്രിസ്തു നേടിത്തന്ന രക്ഷയുടെ മാർഗങ്ങളിലേക്ക് കടന്നു വരാതെ, ഇതൊക്കെ മിഥ്യയാണ്, ഇതൊക്കെ ധാരണയാണ്, ഇതൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ ജീവിച്ച് പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾ, അവരാണ് നിത്യ നരകത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധ്യതയുള്ളൂ. വിസ്ക പറയുന്നു, ആരും പീഡനത്തിൻ്റെ ഈ സ്ഥലത്ത് എത്തപ്പെടാതിരിക്കാൻ നാം പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. ഇത് വലിയ ഭീകരതയുടെ ഒരു സ്ഥലമാണ്. അങ്ങനെ അധികം നേരം അവിടെ നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. പരിശുദ്ധ അമ്മ അവരെ അവിടുന്ന് മാറ്റി ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയും നരകത്തിലെ പോലെ ചില അഗ്നി സമാനമായ ഒരു തടാകം പോലെയുള്ള ഒരു സാഹചര്യം കാണുന്നു. എന്നാൽ അവിടെ കുറെ കൂടെ ശാന്തതയുണ്ട്. അവിടെ ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തെ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ജീവിക്കുക. എന്നാൽ അവരും വലിയ സഹനത്തിലാണ്. വളരെ നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതാണ് വിസ്ക പറഞ്ഞു തരിക. അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് പരിശുദ്ധ അമ്മയോട് വിസ്ക ചോദിച്ചു, അമ്മേ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? കാരണം അവരുടെ ദയനീയ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളോട് വിസ്കയ്ക്ക് വലിയൊരു സ്നേഹമായി, വലിയൊരു അനുകമ്പയായി. വിസ്ക അമ്മയോട് ചോദിച്ചു, അമ്മേ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നീ നിന്നെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുക. അതിലും കൂടുതൽ നിനക്ക് ചെയ്യാൻ സാധിക്കില്ല. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി നീ നിന്നെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുക. അങ്ങനെ വിസ്ക പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു. അധികം താമസിയാതെ വിസ്ക മാരകമായ ചില രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങി. അവൾക്ക് മനസ്സിലായി, ഇത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സഹിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യമാണ് എന്ന്. അങ്ങനെ ചില മാരകമായ രോഗങ്ങൾ തീവ്രമായ വേദനയിലൂടെ അവളെ കടത്തിവിട്ടു. ചിലപ്പോൾ അവൾ ബോധരഹിതയായി നിലത്തു വീഴുന്നു. അസഹനീയമായ തലവേദന അവളെ പിടികൂടുന്നു. ഹൈ പ്രഷർ ഉണ്ടാകുന്നു. ഹൈ ടെമ്പറേച്ചറോട് കൂടിയ പനി ഉണ്ടാകുന്നു. അങ്ങനെ വലിയ പീഡനത്തിലൂടെ, സഹനത്തിലൂടെ, മാരാരോഗങ്ങളാൽ പിടിക്കപ്പെട്ട് വിസ്ക മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം വിസ്കയുടെ അമ്മ അവളോട് പറഞ്ഞു, മോളെ, എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ നിന്നെ കാണാൻ വരുന്നു, നീ അമ്മയോട് സംസാരിക്കുന്നു. ഈ രോഗം ഒന്ന് എടുത്തു മാറ്റുവാൻ നീ അമ്മയോട് പറഞ്ഞുകൂടെ?
അപ്പോൾ ബിസ്ക അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയും സഹനങ്ങളും സ്വർഗത്തിൽ എത്രമാത്രം ആത്മാക്കളെ നേടുന്നുണ്ട് എന്ന് അമ്മ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നോട് ഇത് സുഖപ്പെടുത്താൻ പരിശുദ്ധയമ്മയോട് പറയാൻ അമ്മ പറയുമായിരുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന ഈ വേദനകള്, ഈ സഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അനേക ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വിലയുള്ളതാണ്. ഒപ്പം ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾ, അവിടെ അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്ന വലിയ വേദനയിൽ കഴിയുന്നവരെ ഞാൻ കണ്ടു. ഞാൻ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരൊക്കെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് എടുത്തു പറയാൻ ഒരിക്കലും പരിശുദ്ധ അമ്മയോട് പറയില്ല. കാരണം എൻ്റെ സഹനത്തിലൂടെയാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം, ഈശോ ഈ ലോകത്ത് കടന്നു വന്ന് പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് രക്തം ചിന്തിയാണ് നമ്മളെ രക്ഷിച്ചത്. അവൻ പാടുപീഡകൾ സഹിച്ചാണ് ആത്മാക്കളെ നേടിയത്. ഈശോയുടെ ആ പീഡാസഹനത്തിൻ്റെ ആ വിലയാണ് നമ്മളും ഇന്ന് രോഗങ്ങളിലൂടെയും മറ്റു പല കാര്യങ്ങളിലൂടെയും സഹിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിലയുള്ളതാക്കി നമ്മുടെ സഹനങ്ങളെ മാറ്റുക. യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും സഹിക്കുമ്പോൾ അത് വിലയുള്ളതായി മാറുകയാണ്. അതുകൊണ്ട് ഇന്ന് മെജ്ജുകുരിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മറക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കുവാനും തയ്യാറാകണം. ഒപ്പം പരിശുദ്ധ അമ്മ ബിസ്കയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഈ ലോകത്ത് നീ അനുഭവിക്കുന്ന സഹനങ്ങളൊന്നും പാഴാക്കി കളയരുത്. ഈ ലോകത്തെ അല്പകാല ജീവിതത്തിൽ നിനക്ക് ലഭിക്കുന്ന സഹനങ്ങളാണ്, രോഗങ്ങളാണ്, പാടുപീഡകളാണ് സ്വർഗത്തിൽ നിന്നെ വിലയുള്ളവളാക്കി മാറ്റുന്നത്. നിന്റെ സഹനങ്ങളൊക്കെ മറ്റാത്മാക്കൾക്ക് വേണ്ടി നീ കാഴ്ചവെക്കുമ്പോൾ അത് പവിഴങ്ങളായി സ്വർഗത്തിൽ കാണപ്പെടും. അനേക ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ നിന്റെ ഈ വേദനകൾക്ക്, ഈ രോഗത്തിന് സാധിക്കും. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സഹനങ്ങളോ രോഗങ്ങളോ വേദനകളോ ഒന്നും പാഴാക്കി കളയാതെ അവയെല്ലാം ഈശോയുടെ പീഡാസനത്തോട് ചേർത്ത് വെച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകമെമ്പാടുമുള്ള പാപികളുടെ മനസാന്തരത്തിന് വേണ്ടിയൊക്കെ കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റണമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകുരിയിലൂടെ നമുക്ക് സന്ദേശം നൽകുകയാണ്. തൻ്റെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും എപ്രകാരം കൃപയാക്കി മാറ്റാമെന്ന് പരിശുദ്ധ അമ്മ ബിസ്കയെ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് അനേകര് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ടു പോകുന്നുണ്ട്. ഇന്ന് അനേകര് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആവലാതിപ്പെടുന്നുണ്ട്. ഇന്ന് അനേകര് ഏതെങ്കിലും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അസ്വസ്ഥതപ്പെട്ട് നിരാശപ്പെട്ട് മനം തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ സഹനങ്ങളെല്ലാം നമുക്കും അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ സാധിക്കും. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് വിശുദ്ധ പത്രോസ്യായുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ
അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കാളിയാകുവാൻ നിങ്ങൾക്കൊരവസരം ലഭിച്ചതിനെ ഓർത്ത് നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെയുള്ള ചില അപ്രതീക്ഷിതമായ സഹനങ്ങൾ കടന്നു വരും. അപ്പോൾ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, അതൊരു മരണമാകാം, അത് രോഗമാകാം, അത് ജോലിയില്ലാത്ത അവസ്ഥയാകാം, അത് കടബാധ്യതയാകാം, എന്തൊക്കെ ആയിക്കോട്ടെ, അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചതിനെ ഓർത്ത് ആഹ്ലാദിക്കുവിൻ. പ്രിയമുള്ളവരെ, ഇതൊരു വലിയൊരു ആത്മീയ രഹസ്യമാണ്. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേർക്കപ്പെടുന്നവരാണ് സഹനത്തിലൂടെ കടന്നു പോകുന്നവർ. അവര് സ്വർഗത്തിൽ വലിയ വിലയുള്ളവരാണ്. എന്നിട്ട് വചനം വീണ്ടും ഓർപ്പിക്കുന്നു, അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും, സന്തോഷിക്കും. നമ്മുടെ സഹനങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് ദേവപിതാവിന് കാഴ്ചവെക്കുമ്പോൾ, പ്രത്യേകിച്ചും ശുദ്ധീകരണത്തിന് ആത്മാക്കൾക്ക് വേണ്ടിയും ലോകമെമ്പാടും പാപികൾക്ക് വേണ്ടിയും ഒക്കെ കാഴ്ചവെക്കുമ്പോൾ അത് വലിയ വിലയുള്ളതായി മാറുന്നുവെന്നുള്ള ആഴമേറിയ തിരിച്ചറിവും മെജ്ജുകരിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ബിസ്കയ്ക്ക് മറ്റൊരു അനുഗ്രഹം കൊടുത്തു. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും ബിസ്കയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തു. 1982 ജനുവരി മാസം 7-ാം തീയതി മുതൽ 1985 ഏപ്രിൽ മാസം 10-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിത ചരിത്രം ബിസ്കയെ കൊണ്ട് അമ്മ എഴുതിപ്പിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, ഇത് നീ ഭദ്രമാക്കി വെക്കണം, ഇത് ലോകത്തിന് വെളിപ്പെടുത്താൻ പറയുന്ന ഒരു സമയമുണ്ടാകും, ആ സമയത്ത് നീ ഇത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രം, നമ്മൾ സാധാരണ ബൈബിളിലൊന്നും പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രം കാണുന്നില്ല. അമ്മ തന്നെ ബിസ്കയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ അമ്മ മെജ്ജുഗൊരിയിലെ വിഷ്ണറിയായ ബിസ്കയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബിസ്കയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസ്ക എപ്പോഴും സന്തോഷവതിയാണ്. മാരകമായ രോഗത്തിലൂടെ കടന്നുപോയപ്പോഴും ബിസ്ക എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ദുരിതങ്ങളും, എല്ലാ സഹനങ്ങളും, മാരകമായ വേദനയും ഒക്കെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുവാൻ ബിസ്കയ്ക്ക് സാധിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലായി ബിസ്ക തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മക്കളാണ് നമ്മളെങ്കിൽ, പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവരാണെങ്കിൽ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ ജീവിതങ്ങളിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും പുഞ്ചിരിച്ചുകൊണ്ട് എതിരേൽക്കുവാൻ നമുക്ക് കൃപ ലഭിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏത് തിക്താനുഭവങ്ങളെയും നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. ഇത് മെജ്ജുഗൊരിയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശമാണ്. അങ്ങനെ ഏതാണ്ട് 20 വർഷക്കാലം ബിസ്ക മെജ്ജുഗൊരിയിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ച്
തീർത്ഥാടകർക്ക് അത് പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് ഒരു ജീവിതം നയിച്ചു. അമ്മയുടെ പദ്ധതി ഈ ലോകത്ത് പൂർത്തീകരിക്കപ്പെടുവാൻ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് അവൾ മുന്നോട്ട് പോയി. അങ്ങനെ 20 വർഷത്തെ മെഡ്ജുഗൊരി സന്ദേശങ്ങളൊക്കെ ലോകത്തിന് പങ്കുവെച്ചതിന് ശേഷം തൻ്റെ 37-ാമത്തെ വയസ്സിൽ വിസ്ക വിവാഹിതയാവുകയാണ്. 37-ാമത്തെ വയസ്സിൽ വിവാഹിതയായ വിസ്ക പിന്നീട് ഒരു കുടുംബജീവിതം നയിക്കുവാൻ ആരംഭിക്കുന്നു. പിന്നീട് മെഡ്ജുഗൊരിയിലെ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അല്പം മാറി അല്പം ദൂരെ അവൾ തൻ്റെ ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടുമൊത്ത് ജീവിതം ആരംഭിച്ചു. എങ്കിലും ഇപ്പോഴും വിസ്ക തീർത്ഥാടകരെ സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ നിന്നുള്ള അനുദിന സന്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം വിസ്ക അത് തീർത്ഥാടകർക്ക് പങ്കുവെച്ച് നൽകുന്നു. ഇപ്പോഴും തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ മെഡ്ജുഗൊരിയിൽ തന്നെ ഏൽപ്പിച്ച പദ്ധതിയും വിസ്ക ഏറ്റവും വിശ്വസ്തയോടുകൂടി പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ മെഡ്ജുഗൊരിയിൽ പോകുമ്പോൾ നമ്മുടെ ഗൈഡിനോട് ആവശ്യപ്പെട്ടാൽ, വിസ്കയോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വിസ്ക നമ്മളെ കാണുവാൻ അനുവദിക്കുകയും അങ്ങനെ നമുക്ക് വിസ്കയുമായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മെസ്സേജുകൾ വിസ്കയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനുമുള്ള അവസരം മെഡ്ജുഗൊരിയിലുണ്ട്. വിസ്കയുടെ ജീവിതം ഇപ്പോഴും സഹനങ്ങളിൽ നിന്ന് സഹനങ്ങളിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മാരകമായ പല രോഗത്തിനും അവൾ ഇപ്പോഴും അടിമയാണ്. എഴുന്നേറ്റ് നിൽക്കാനോ സംസാരിക്കാനോ സാധിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. വലിയ ശാരീരിക വേദന ഉളവാക്കുന്ന ചില രോഗങ്ങൾ അവളെ പിടികൂടിയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, പരിശുദ്ധ അമ്മയെ എല്ലാ ദിവസവും കാണുന്ന ഇവൾ എങ്ങനെയാണ് ഇങ്ങനെ രോഗാവസ്ഥയിലൂടെയൊക്കെ പോകുന്നു? അമ്മയ്ക്ക് ഒരു നിമിഷം മതിയല്ലോ ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടി. എന്നാൽ തിരിച്ചറിയുന്നത് ഇപ്രകാരമാണ്: സ്വർഗത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ രോഗങ്ങളെയോ തങ്ങളുടെ സഹനങ്ങളെയോ പഴിചാരാറില്ല, പഴിക്കാറില്ല. അവർ ഈ സഹനങ്ങളുടെ ഈ രോഗങ്ങളുടെയും വില സ്വർഗത്തിൽ വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അത് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ്. അങ്ങനെ ഒരിക്കലും വിസ്ക തൻ്റെ രോഗങ്ങൾ എടുത്തു മാറ്റുവാൻ പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെടുന്നില്ല. അവൾ ഇപ്പോഴും പല രോഗങ്ങളുടെ വേദനകളിലൂടെ കടന്നുപോയി മെഡ്ജുഗൊരിയിൽ ആത്മാക്കളെ നേടുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മെഡ്ജുഗൊരിയ മിഷണറിയായ വിസ്കയുടെ ജീവിതത്തിലൂടെ ഇന്ന് നമ്മളും ഏറ്റെടുക്കുന്ന ഒരു തിരിച്ചറിവ്, സത്യം ഇപ്രകാരം ഇതുതന്നെയാണ്: നമ്മുടെ ജീവിതങ്ങളും സഹനങ്ങളുടെ ഒരു ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ കൊച്ചു കൊച്ചു സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ഈ സഹനങ്ങളെല്ലാം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകത്തെമ്പാടുമുള്ള പാപികൾക്ക് വേണ്ടിയും കാഴ്ചവെച്ച് നമ്മൾ കൃപയാക്കി മാറ്റണം. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നിയ വിസ്ക മാതാവിനോട് ചോദിച്ചത് അത് തന്നെ: അമ്മേ, ഇവർക്ക് വേണ്ടി ഇവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ എനിക്കാകുമോ? അമ്മ പറഞ്ഞ ഉത്തരം ഇത് തന്നെയല്ലേ മോളെ, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് നീ നിന്നെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമ്മുടെ സഹനങ്ങളും നമ്മുടെ ജീവിതങ്ങളുമൊക്കെ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ പാപങ്ങൾക്ക് പരിഹാരമായി പരിശുദ്ധ അമ്മയിലൂടെ
ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ ഒരിക്കലും നമ്മുടെ രോഗങ്ങളെ ഓർത്തോ, നമ്മുടെ സഹനങ്ങളെ ഓർത്തോ, നമ്മുടെ കുറവുകളെ ഓർത്തോ, നമ്മുടെ ദുരിതങ്ങളെ ഓർത്തോ ഒരിക്കലും വേദനിക്കാതെ, നിരാശപ്പെടാതെ, പഴിചാരാതെ അവയെല്ലാം സ്വർഗത്തിൽ അനുഗ്രഹപ്രദമായി മാറ്റുവാൻ ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്കും കാഴ്ചവെക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിസ്ക യാക്കോബ് കണ്ട നരകത്തിലേക്ക് ഒരിക്കലും എത്തപ്പെടാതെ സ്വർഗത്തിൻ്റെ ശുശ്രൂഷകരായി, അവകാശികളായി മാറുവാനുള്ള കൃപ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഒപ്പം വിസ്ക ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ സ്നേഹിതയായി മാറി അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം ഈശോയ്ക്ക് അമ്മയിലൂടെ സമർപ്പിച്ചതുപോലെ ശുദ്ധീകരണത്തിലെ ആത്മാക്കളോട് അനുകമ്പയുള്ളവരായി അനുദിനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ വേദനകളും ദുരിതങ്ങളും അവർക്ക് വേണ്ടി കാഴ്ചവെച്ച് അവരെയും സ്വർഗത്തിലേക്ക് എത്രയും വേഗം നയിക്കുന്ന, സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റുന്നതിന് നമ്മളെയും ഉപകരണങ്ങളാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.